ഹായ് ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ബെഡ്റൂമിൽ ഇരുന്നിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ലാസ്റ്റ് ഡേ ഓഫ് മൈ പ്രഗ്നൻസി പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ടൈം ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഫസ്റ്റ് ടൈം എനിക്ക് ഇതൊന്നും പാക്ക് ചെയ്യുന്നൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ഓൾറെഡി ഇതിനെക്കാട്ടും നേരത്തെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഈ ടൈം ഭയങ്കര ഡിലേ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡെലിവറി ആണ്. അപ്പോൾ നോർമൽ ആണോ സി സെക്ഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. കൊച്ചിൻ്റെ തല ഇപ്പോഴും ബ്രീച്ച് പൊസിഷനിലാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ എക്സ്പീരിയൻസ് വേറെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതൊക്കെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് വെക്കാം, പെട്ടിക്കകത്തേക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അതുപോലെ എനിക്ക് എസെൻഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള, എനിക്ക് നീഡഡ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ട് പോകുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ഷിയാൻ്റെ അതായത് ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാനിങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് റെഫറലൊക്കെ ചെയ്ത് ലിസ്റ്റ് ഇട്ടിട്ടാണ് എടുത്തിട്ട് പോയത്. അതിൽ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തു, കുറേ സാധനങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി, ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത് നോർമൽ ഡെലിവറി ആയിരുന്നു. ഇന്നിപ്പോൾ ചിലപ്പോൾ സി ആവാം, നോർമൽ ആവാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മേ ബി ഡെലിവറിയുടെ ലാസ്റ്റ് ഡേ വരെ നമുക്ക് ഹോപ്പ് ഉണ്ട് നോർമൽ ഡെലിവറിക്ക് എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ്. പക്ഷെ മൈൻഡ് സെറ്റ് ചെയ്തോളാനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പെട്ടിയിലാണ് ഞാൻ ശ്രീയാനെയും ചെയ്തത്. ഐ മീൻ ഡെലിവറിക്ക് പോയപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് ഈ സെയിം പെട്ടി തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ട പെട്ടിയാണിത്. അപ്പോൾ ഇതും ഈ പെട്ടി ഇപ്പോൾ അടുത്തൊരു ബേബി റിസീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം. ഞാനിത് ഇതുപോലെ തന്നെ ഡയറിയിൽ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബേബിക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ അമ്മയ്ക്ക് വേണ്ട ഉപയോഗമാവുന്ന സാധനങ്ങളും ഒക്കെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോമാറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ എടുത്തിട്ട് പോകുന്നതും. ബാക്കി അത്യാവശ്യം വരുന്ന സാധനങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അവൈലബിൾ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള തിങ്സ് ഒക്കെ. പിന്നെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കുവാനും ചെയ്യാം എന്നുള്ളൊരു വിശ്വാസമാണ്. ബട്ട് എന്തെങ്കിലും മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഈ ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതൊന്ന് യൂസ്ഫുൾ ആവട്ടെങ്കിലും. അപ്പൊ ഞാൻ ആദ്യം ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞാൻ വായിക്കാം. അപ്പൊ ഞാൻ ആദ്യം കുട്ടികളുടെ ഐറ്റംസ്, അതായത് മോന്റെയോ മോളുടെയോ ഐറ്റമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പൊ പെട്ടിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ ഒരുപാട് ബാഗൊന്നും, അപ്പൊ ഇപ്പൊ ബാഗ് കുറച്ച് കാലിയാണ്, എന്റെ ട്രോളി കാലിയാണ്. ഞാനൊരു ട്രോളിയെ കൊണ്ടുപോകുന്നുള്ളൂ. അഡീഷണലി വേണമെങ്കിൽ നമുക്ക് ബാഗ് എടുക്കാം. പക്ഷെ ഞാനൊരു 2 പോർഷൻ ആയിട്ടുള്ള ട്രോളിയെ കൊണ്ടുപോകുള്ളൂ. ഇവിടെ ഇപ്പൊ നോർമൽ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും 2 ഡേയ്സ് എടുക്കുകയുള്ളൂ. അതിനനുസരിച്ചുള്ള കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായാലും വീട്ടിലേക്ക് ആൾക്കാർ വരും. ഇപ്പൊ അത്യാവശ്യം എമർജൻസി വല്ലതും ഉണ്ടെങ്കിൽ അപ്പൊ എടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത്. സോ ഞാനിപ്പോ ആദ്യമായിട്ട് വെക്കുന്നത് കുട്ടിയുടെ റിസീവിംഗ് ടവലാണ്. ആക്ച്വലി റിസീവിംഗ് ടവൽ നീഡഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ ഈ ഫസ്റ്റ് ടൈമും റിസീവിംഗ് ടവലും കാര്യങ്ങളും ഒക്കെ കട്ടിയുള്ള ടവലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നീഡഡ് അല്ല. കാരണം എപ്പോഴും എല്ലാ ഹോസ്പിറ്റൽസിലും, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യം എനിക്കറിയില്ല, ഓൾമോസ്റ്റ് എല്ലാ നല്ല ഹോസ്പിറ്റലിലും നമുക്ക് കുഞ്ഞിനെ നല്ല റിസീവ് ചെയ്ത് വെള്ള ടവല്, അതുപോലെ അവർക്ക് നല്ല കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും തരിക. അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. നമ്മൾ ഡ്രസ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ടവല് കൊടുക്കണം, നിങ്ങൾ കുട്ടിക്ക് ഡ്രസ്സ് കൊണ്ടുവന്നുണ്ടോ, ഡൈപ്പർ കൊണ്ടുവന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അവർ തന്നെ നമുക്ക് ഇപ്പോൾ സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും കുട്ടിക്കുള്ള ഡ്രസ്സും ന്യൂ ബോൺ ഡ്രസ്സും അതുപോലെ റിസീവ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് നല്ല തുണിയിലൊക്കെ പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ തരിക. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടവൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുള്ള തൊപ്പിയേക്കുള്ള ഒരു ടവൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് ടവലും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം AC ഒക്കെ ആയിരിക്കും. അപ്പൊ തണുപ്പ് കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 3 ദിവസമൊക്കെ ഡിസ്ചാർജ് ആവാൻ എടുക്കുകയാണെങ്കിൽ ഒരു 2 എണ്ണം അതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ടൈം വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികളെ മൊത്തം നമ്മൾ സ്വാഡിൽ ചെയ്തിട്ട് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ചധികം നാപ്പീസും ഡ്രസ്സുകളും, കുട്ടി ഡ്രസ്സുകൾ, നാപ്പീസ്, പാഡഡ് നാപ്പീസ് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വെക്കുകയാണ്.
ഒരു ഒരു 10-15 ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ ചിലപ്പോൾ ഫുൾ ഡ്രസ്സ് ഒന്നും ഇട്ട് കൊടുക്കില്ല, മൊത്തം അവരെ സ്വാഡിൽ ചെയ്യുകയാണ് ചെയ്യാറ് സാധാരണ. ഞാൻ ഇവരെയൊക്കെ അങ്ങനെയാണ് ചെയ്തത്, ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ചെയ്തത്. സപ്പോസ് എനിക്ക് ഫുൾ ഡ്രസ്സ് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ന്യൂ ബോണിന്റെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ വാങ്ങിച്ച് കരുതി വെച്ചിരിക്കുന്നത് നാപ്പീസ് പോലെ കുറച്ച് പാഡഡ് നാപ്പീസും പിന്നെ നമ്മുടെ ഈ ഫ്രോക്ക് ഉടുപ്പല്ല മറ്റേ ടോപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ അതൊരു 10-12 വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈപ്പർ ഞാൻ കയ്യിൽ കരുതുന്നില്ല, ലാസ്റ്റ് ടൈം കരുതിയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കരുതുന്നില്ല. കാരണം എപ്പോഴും നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വെച്ച് തരും അത്യാവശ്യം. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ ബാഗിൽ വെച്ചിട്ടില്ല. അപ്പോൾ വേണ്ടതൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൈപ്പർ കരുതിയില്ല. പക്ഷെ വെക്കണമെന്നുള്ളവർക്ക് വെക്കാട്ടോ. കാരണം ലാസ്റ്റ് ടൈം ഞാനത് പിന്നെയും ഹോസ്പിറ്റലിൽ തന്ന് വരികയായിരുന്നു ചെയ്തത്. അപ്പൊ അവർ വലിയൊരു പാക്കാണ് തന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നവരെ എനിക്കത് യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേറെ പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നില്ല. പക്ഷെ അഡീഷണലി ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പോൾ വാങ്ങുമായിരിക്കും. പക്ഷെ ഈ ബാഗിൽ ഞാനത് മീൻസ് എമർജൻസി ആയിട്ടുള്ള ഐറ്റംസിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് സോക്സ്, കുട്ടിക്ക് സോക്സ്, കാലൊക്കെ ഇങ്ങനെ പുറത്ത് കാണുകയാണെങ്കിൽ സോക്സും അത് ഞാൻ ഒരു 2 ജോഡി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഇതേ ഒരു സ്വാഡിൽ ടവലാണ്. സ്വാഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചുട്ടി ചെയ്യുമല്ലോ, കുട്ടികളെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതുപോലത്തെ ഒരു സ്വാഡിലിന്റെ ഇതാണ്. പിന്നെ നമുക്ക് ഈ റിസീവിംഗ് ടവലൊക്കെ നല്ല പാക്കഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ടവൽ വരണം എന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വാഡിൽ ഇത് വാങ്ങിയിട്ടുണ്ട്, അതും വെക്കുകയാണ് ഞാൻ. പിന്നെ അടുത്തത് ഫേസ് ടവലാണ്. നമ്മൾ മലയാളികൾ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്, ഈ ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടിക്ക് വേണ്ടി സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് എടുത്ത് വെക്കുന്നവരുണ്ടാവും. ഇവനും ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് തുടച്ചു വിടുകയാണ് ചെയ്തത്. ചൂടുവെള്ളത്തിൽ അവർ പറയുമ്പോൾ ഒന്ന് തുടച്ചു വിട്ടാൽ മതി കേട്ടോ. കാരണം നമ്മളെപ്പോഴും പറയാം പൊക്കിൾപ്പൊടിയൊക്കെ വീണതിന് ശേഷം നമ്മൾ കുളിപ്പിക്കുകയുള്ളൂ. ഒബ്വിയസ്ലി അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 5 ദിവസം മിനിമം എടുക്കും വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ കുളിപ്പിക്കലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് തുടക്കിയ. കാരണം ആ സമയത്തൊന്നും നമ്മൾ പൗഡറും സോപ്പും മറ്റൊന്നും യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റിന്. വീട്ടിൽ വന്ന ശേഷമാണ് നമുക്ക് നല്ല സോപ്പ് ഏതാണ് എന്താണെന്നൊക്കെ നോക്കി കണ്ട് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് വേറൊരു ഇൻ കേസ് വേണമെങ്കിൽ കുട്ടിയെ തുടയ്ക്കാനൊക്കെ വാഷ് ക്ലോത്ത് പോലെ, അതായത് ഫേസ് ക്ലോത്ത് എന്ന് പറയും, അതൊരു പാക്ക് കോംബോ ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. 8 ഉണ്ട്. അത്യാവശ്യം നമുക്ക് കുട്ടിയെ ചൂടുവെള്ളത്തിൽ നനച്ച് ഒന്ന് തുടച്ചൊക്കെ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 2 റബ്ബർ ഷീറ്റ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും. ഇത് ഞാൻ പഴയത് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഇതൊന്നും പുതിയത് വാങ്ങിയതല്ല. അതിലൊരു വെള്ള ടവല് കാണിച്ചതും പുതിയതല്ല. അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് എല്ലാ ഡ്രസ്സും ഞാൻ ഡെറ്റോൾ ഇട്ട് വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കിയതാണ്. പുതിയ ഡ്രസ്സുകളടക്കം ഞാൻ വെയിലത്ത് ഉണക്കി ഡെറ്റോൾ ഇട്ട് വാഷ് ചെയ്തിട്ടാണ് കൊണ്ട് പാക്ക് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യുന്നത് ഒരു സേഫ് തന്നെയാണ്. കാരണം കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, ന്യൂ ബോണിന് വേണ്ടിയിട്ടല്ല, കുറച്ചും കൂടെ സേഫ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ഇതൊരു 2 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഷീറ്റൊക്കെ തരും, എങ്കിലും ഇൻ കേസ് ഇപ്പൊ കുട്ടി ഒരുപാട് മൂത്രമൊഴിക്കുകയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സേഫ് സൈഡിന് ഞാൻ 2 ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഐറ്റംസ് ഞാൻ ഓൾമോസ്റ്റ് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി അഡീഷണലി വല്ലതും വരികയാണെങ്കിൽ ഞാൻ ഇൻ ബിറ്റ്വീൻ പറയാം. അപ്പൊ ഞാൻ ഇനി അമ്മയുടെ ഐറ്റംസിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ട ഐറ്റംസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് തിങ് ഞാൻ വെക്കാൻ പോകുന്നത് തന്നെ നൈറ്റീസ് ആണ് വെക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള നൈറ്റീസ് ഉണ്ട്. ഫീഡിങ് സിബുള്ള നൈറ്റീസ് ആണ്, സ്റ്റിച്ചഡ് ആണ്. ഞാൻ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നൈറ്റീസ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് അളവ് കൊടുത്തിട്ട്. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചവരും കാണും. ഇത് ഞാൻ ഒരു 3 നൈറ്റീസ് വെക്കുന്നുണ്ട്. ഇവൻ മെറ്റേണിറ്റി വെയേഴ്സ് ആയിട്ട് വെക്കുന്നവർക്കും വെക്കാം. പിന്നെ അഡീഷണലി ഒരു ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച ഒരു 2 ഡ്രസ്സ് എക്സ്ട്രാ വെക്കുന്നുണ്ട്. പിന്നെ അണ്ടർസ്കേർട്ട് വെക്കുന്നുണ്ട്. അണ്ടർസ്കേർട്ട് ഫോർ സേഫർ സൈഡ്. ഓക്കെ, നമുക്ക് അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല, എങ്കിലും ഞാനൊരു 2 അണ്ടർസ്കേർട്ട് വെക്കുന്നു. പിന്നെ ഇതും ഒരു നഴ്സിംഗ് ഡ്രസ്സ് തന്നെയാണ്. ഒരു നഴ്സിംഗ് ഡ്രസ്സ് വെക്കുന്നുണ്ട്, 2 സൈഡ് സിബുള്ള കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ്. അതൊന്നും ഇത്തിരി ഒരു കുറച്ച് നമ്മൾ ഒക്കെ ആവുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. കാരണം 4 വെക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ബ്ലീഡിങ്ങിനനുസരിച്ച് എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ബ്ലീഡിങ് അധികമായിട്ട് ഒരു ഡ്രസ്സ് അങ്ങനെ ഇതായി പോയിട്ടുണ്ട്. ഞാൻ എണ്ണി വെച്ചിട്ട് പിന്നെയും ഡ്രസ്സില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഒരു 4 സേഫ് സൈഡിന് വെക്കുകയാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് വന്നിട്ട് റിട്ടേൺ ടൈമിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ഡ്രസ്സ് വെക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആയി വരുമ്പോൾ ഇടാൻ വേണ്ടി, അത് ഫീഡിങ് ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഒരു ടവല് വെക്കുന്നുണ്ട്. വെറ്റ് ടിഷ്യൂസ്, ഒബ്വിയസ്ലി കുട്ടികളുടെ പീ ചെയ്യാനും പൊട്ടി ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വെറ്റ് ടിഷ്യൂസ് ഭയങ്കര അത്യാവശ്യമായിരിക്കും. ഞാൻ ഇവരും മിനി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് മിനി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അവന് ചെറുപ്പത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് മിനിയുടെ കോംബോ ഓഫർ പോലത്തെ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഞാനൊരു വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ സോക്സ്, എനിക്കുള്ള സോക്സ് ആണ്. ഒരു 1-2 സോക്സ് വെക്കുക. കാരണം AC-യിലൊക്കെയാണ് ഇരിക്കാൻ പോകുന്നുണ്ടാവും, മിക്കവാറും AC റൂമായിരിക്കും. അപ്പൊ നമ്മുടെ ശരീരം എങ്ങനെയാണ് നമുക്ക് റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് നീര് വെക്കാം. എനിക്ക് പോസ്റ്റ് പ്രഗ്നൻസിയാണ് നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു 2 സോക്സ് വെക്കുന്നുണ്ട്, 2 ഷോൾ വെക്കുന്നുണ്ട്. ഷോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കവർ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും, അതുപോലെ തണുപ്പ് ഒരുപാടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊളിച്ചിരിക്കാൻ വേണ്ടിയിട്ടും തോന്നിക്കഴിഞ്ഞാൽ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഒരു 2 ഷോൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെക്കുകയാണ്. പിന്നെ ഡിസ്പോസിബിൾ പാഡ്സ്, ബ്രസ്റ്റ് പാഡ് ആണ്. അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തർക്ക്. ഇപ്പോൾ മറ്റേ ബ്രസ്റ്റിൽ ഒരുപാട് ലീക്കേജും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ് വെച്ചിരിക്കുന്നത്. ഇത് ഹോസ്പിറ്റലിലും യൂസ് ആവും, അതുപോലെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് യൂസ് ആവുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ നഴ്സിംഗ് ബ്രാസും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നഴ്സിംഗ് ബ്രാസ് എടുക്കാം. അത് ഞാൻ നഴ്സിംഗ് ബ്രാസ് എനിക്ക് നോർമൽ ബ്രാസ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ഹുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബ്രാസ് ഒന്നും പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അതിൽ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നോർമൽ ബ്രാസ് തന്നെയാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കംഫർട്ടബിൾ ആയിരിക്കുന്നതിനെക്കാട്ടും നോർമൽ ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ നോർമൽ, അതായത് എനിക്ക് നഴ്സിംഗിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാസും ഡിസ്പോസിബിൾ പാൻറ്റീസും ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് പഴയതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്പോസിബിൾ പാൻറ്റീസ് വെച്ചിരിക്കുകയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻറ്റീസ് വെച്ചിട്ടുണ്ട്, ഒരു 3-4 ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് പുതിയത് വാങ്ങിയിട്ട് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ പഴയത് തന്നെ വെച്ചിട്ട് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പോസ് ചെയ്യാം. അത് നിങ്ങളുടെ വിഷാണ്. ഒരു 3 ദിവസത്തെ കാര്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു വാട്ടർ ബോട്ടിൽ വെക്കുന്നുണ്ട്. അപ്പോൾ സിപ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഞാൻ പക്ഷേ നോർമലി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഒരു ഫ്ലാസ്കും വെക്കുന്നുണ്ട്. ഞാൻ ഫ്ലാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ചൂടുവെള്ളം കുടിക്കണം, എടുത്തു വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി എടുത്തു വെക്കാമല്ലോ, അതുകൊണ്ടാണ് അത് വെക്കുന്നത്. പിന്നെ ഒരു ജോഡി ന്യൂ ചപ്പൽ വെക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാത്ത ചപ്പൽ തന്നെയാണ് കേട്ടോ. പുതിയ ചപ്പൽ വാങ്ങി വെക്കുന്നുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കും കാലൊക്കെ തണുത്ത് വരച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഈ ചപ്പൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ചപ്പൽ വെക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ നീഡഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു മെയിൻ കാര്യം മറന്നുപോയി, സോറി. സാനിറ്ററി പാഡ്സ്, ഡിസ്പോസിബിൾ പാൻറ്റീസ് പറഞ്ഞതിനനുസരിച്ച് ഡിസ്പോസിബിൾ ഡൈപ്പർ വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ വാങ്ങിയിട്ട് അത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല. ഇത് പക്ഷെ നല്ലോണം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ന്യൂ മോമിന്റെ മെറ്റർണിറ്റി സാനിറ്ററി പാഡ്സ് ആണ്. നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലീഡിങ് നമുക്ക് നിൽക്കാതെ വരും. അപ്പൊ ആ സമയത്ത് ഇവര് പാഡ് വെക്കാൻ പറയുമായിരുന്നു. അപ്പൊ നമുക്ക് ഈ മറ്റേ പാൻറ്റീസിൽ വെച്ചിട്ട് ഇതാക്കാം. ഒരുവിധം നോർമലിനെക്കാട്ടും കൂടുതൽ ഇത് കൺട്രോൾ ചെയ്യും നമ്മുടെ ബ്ലീഡിങ്ങിനെ. ഇത് വന്നിട്ട് ഒരു 15 എണ്ണത്തിന്റെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പണ്ട് ഇവൻ ഷിയാൻ ജനിച്ച സമയത്തും നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഇതും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ സ്ലിപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സപ്പോസ് നമുക്ക് ബാക്ക് പെയിന് കാര്യങ്ങൾ ഒക്കെ വരികയാണെങ്കിൽ ഒരു ഹോട്ട് ബാഗ് വെക്കുന്നുണ്ട്. അതിന്റെ ചാർജറും വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഓൾമോസ്റ്റ് ബാഗ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരെണ്ണത്തിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്ത് അവസ്ഥയിലായിരിക്കും അറിയില്ല. ഒരുപാട് ബാഗുകൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഈ എടുത്ത് പെരുമാറുന്നവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സെപ്പറേറ്റ് ആരാണ് വന്ന് നിൽക്കുന്നത് അവരുടെ ബാഗ് നല്ലോണം പാക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ബേസിക് എസെൻഷ്യൽ ആയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് വിക്സും നമ്മൾ ഡെയിലി കഴിക്കുന്ന മരുന്നുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കാൻ മറക്കരുത്. സാവ്ലോണിന്റെ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഞാൻ പെർഫ്യൂം വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് അറിയില്ല, എങ്കിലും ഒരു ഇതിന് ഞാൻ പെർഫ്യൂം വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മണമൊക്കെ ഇരിക്കട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന പെർഫ്യൂം വെക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ്. മെഡിക്കൽ റെക്കോർഡ്സ് വെക്കാൻ മറക്കരുത്. പിന്നെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് വെക്കാൻ മറക്കരുത്. ഇതിന്റെ ഫുൾ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. പിന്നെ ഇൻഷുറൻസ് ഡീറ്റെയിൽസും അത് നമുക്ക് അവർക്ക് എടുക്കാൻ പാകത്തിന് വെക്കണം. ഞാനിങ്ങനെ ഈ സൈഡിൽ സിറ്റിൽ തന്നെ വെക്കുന്നുണ്ട്. ഒരു മേക്കപ്പ് ബോക്സ് പോലെ. മേക്കപ്പ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് കോമ്പ്, ഒരു ഐലൈനർ, മറ്റേ ലിപ് ബാം, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ റബ്ബർ ബാൻഡ് ഒക്കെ എടുത്ത് വെക്കുക. ബണ്ണ് പോലെയുള്ള സാധനങ്ങൾ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുടിയൊക്കെ കെട്ടാൻ പറയുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ചിലത് അവർക്ക് മുടി കെട്ടാൻ പറയുമായിരിക്കും. പിന്നെ വാസ്ലിൻ പോലുള്ള സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ട്, ലിപ് ബാം എടുത്ത് വെച്ചിട്ട്, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുക. അപ്പൊ മേക്കപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന പോലെ ഞാൻ ജസ്റ്റ് ബേസിക് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ബോക്സ് ഇതിനു വേണ്ടി വാങ്ങിയതൊന്നും അല്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ബോക്സ് തന്നെയാണ്. നിങ്ങൾക്ക് വേറെ
ഇതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനതിനകത്ത് വാസലിനും റോളോണും ചെറിയ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലിപ്പും വെച്ചിട്ടുണ്ട്, 2-3 ക്ലിപ്പ് വെച്ചിട്ടുണ്ട്, സപ്പോസ് മുടിയിലൊക്കെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് ഇവിടെ ഫ്രണ്ടിൽ സൈഡിൽ വല്ലതും വെക്കാം, കാരണം നമ്മൾ ബാഗ് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം അല്ലേ. ഇവിടെ വെച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, ഇത് പാലോട് ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗിൽ കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ്. ഇവിടെ എങ്ങനെയാണ് യൂസ് ആവുമെന്ന് അറിയില്ല, നാട്ടിൽ യൂസ് ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനൊരു സേഫ് സൈഡിന് വെക്കുകയാണ്. കുട്ടികൾക്ക് ഇനി ഇൻ കേസ് എങ്ങാനും പാല് ഇതിലെടുത്ത് കൊടുക്കാൻ പറയുകയാണെങ്കിൽ പാലോട് വെച്ചിട്ടുണ്ട്. ഗോകർണം എന്ന് ചിലവിടെ പറയും, ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു സംഭവം, അടുത്തത് മിൽക്ക് ബോട്ടിൽ, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് ബോട്ടിൽ, പുതിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാല് വരാനോ എന്തിനെങ്കിലും ഡിലേ ആവുകയാണെങ്കിൽ നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു അവൻറ്റിന്റെ ഒരു മിൽക്ക് ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാനിത് വെക്കുകയാണ്. ശ്രീയാന്റെ ടൈമിൽ യൂസ് ചെയ്തതാണ്. ഇതിനകത്ത് വെക്കണം ഞാൻ, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബ്രസ്റ്റ് പമ്പ് എടുത്തു വെക്കുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ്. ചിലപ്പോൾ ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഇതിന് അനുഭവിച്ചതാണ്. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. എനിക്ക് പാല് നിപ്പിള് പുറത്തു വരാതെ ഫസ്റ്റ് ഡെലിവറിയിലെ സമയത്ത് ഭയങ്കര കല്ലപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ നേഴ്സുമാരൊക്കെ ഒന്ന് ഇതൊക്കെ ആക്കി തരുകയായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അവര് എന്നോട് മാനുവലൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അവന് യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പാണ്. ഞാനത് ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെക്കണം എനിക്ക്. അപ്പൊ ബ്രസ്റ്റ് പമ്പ് എടുത്തു വെക്കുക. ഈവൻ മാനുവൽ ആയാലും ശരി ഇലക്ട്രിക്കൽ ആയാലും ശരി, നിങ്ങളുടെ കയ്യിലുള്ളതോ വാങ്ങിയിട്ട് ഒരെണ്ണം വെക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. നിപ്പിൾ ക്രീം വെക്കുന്നത് നന്നായിരിക്കും. ഇത് ഞാൻ വാങ്ങിയിട്ടില്ല, വെക്കണം. നിപ്പിൾ ക്രീം വെക്കുന്നത് നന്നായിരിക്കും. അതൊരു യൂസ്ഫുൾ ഉള്ളൊരു കാര്യമാണ്. അതായത് നിപ്പിൾ ബാം പോലെ കിട്ടും, അതെനിക്ക് വാങ്ങിച്ച് വെക്കണം. അതേപോലെ പിന്നെ ഫീഡിങ് പില്ലോ വന്നിട്ട് ഓൾറെഡി ഞാൻ വേറെ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു കവറില്. പിന്നെ ബെഡൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ യൂസ് ആവും എനിക്ക് തോന്നുന്നില്ല. ബെഡൊക്കെ വാങ്ങി നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചോളൂ, ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്യാം. കാരണം ഷിയാൻ പോയ സമയത്തൊന്നും എനിക്ക് തോന്നുന്നു അവിടെ യൂസ് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റൽ ബെഡിൽ തന്നെയാണ് അവൻ കിടന്നത്. പിന്നെ മറ്റേ അവിടുത്തെ എൻ്റെ കൂടെ തന്നെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ബെഡിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാങ്ങി വെക്കണം. നമ്മൾ ഡിസ്ചാർജ് ആയി 2-3 ദിവസത്തിൽ നമ്മൾ വരുമല്ലോ. അവൻ ഓൾറെഡി ഇപ്പോൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്ക്. പിന്നെ പാമ്പേഴ്സ് വൈപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ സോപ്പ്, ബേബി ക്രീമിന്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, എന്തുകൊണ്ടാണ് വെക്കാത്തതെന്നുള്ളത്. വെക്കണം എന്നുള്ളവർക്ക് വെക്കാം, സേഫ് സൈഡ് ആയിട്ട്. എത്ര പേർക്ക് യൂസ് ആവും, എത്ര പേർക്ക് നോൺ യൂസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് ഡിപ്പെൻസ്. ഒരു ബാഗിൽ പാക്ക് ചെയ്യാൻ വേണ്ടി കുട്ടികളുടെയും അമ്മയുടെയും ഐറ്റംസ് ഒരു ബാഗിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ സംഭവം, നിങ്ങൾ ചാർജറും ഫോണും ഒക്കെ എടുത്തു വെക്കുക. നിങ്ങളെ സപ്പോസ് പ്രസവിക്കാൻ പോകുമ്പോൾ എന്തിനാ ഫോണൊന്നും ചോദിക്കരുത്. ഇന്നിപ്പോ എല്ലാവരും നാളെ അത് കഴിയുമ്പോൾ ഫോൺ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങളുടെ ചാർജർ, ഫോണ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. അതൊരു നീഡഡ് ആയിട്ടുള്ള കാര്യമാണ്. എമർജൻസിയിൽ എടുത്തിട്ട് പോകുമ്പോൾ ചാർജർ മറക്കണ്ട. പിന്നെ പാട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഒരു സ്പീക്കർ സെറ്റോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോവാം. പിന്നെ നോർമലൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബർത്തിങ് ബോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകും. പക്ഷെ ചിലവിടെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ. അതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് പെയിൻ വന്ന് പോയത് കൊണ്ട് ഞാൻ ഇതില്ല. ഇതാണെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ടും പോകുന്നതുകൊണ്ട് അതിൽ യൂസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഹോസ്പിറ്റൽ ബാഗിൽ. നമ്മൾ ഈ വലിച്ചു വാരി ഒരുപാട് ഐറ്റംസ് എടുത്തിട്ട് പോയിട്ടും നമുക്ക് വെച്ച സംഭവങ്ങൾ മറ്റുള്ളവർക്ക് ഹാൻഡി ആയിട്ട് വെക്കണം നമ്മൾ. അപ്പൊ അടുത്തൊരാൾക്ക്, ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും അമ്മയാണെങ്കിലും ആരെങ്കിലും നിൽക്കുന്നവർക്ക് എടുത്തു തരാനും ആരെങ്കിലും വന്ന് ചോദിച്ചാലും എടുക്കാനും യൂസ് ചെയ്യാനും ഇതായി. എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അഡീഷണലി വേറെ ബാഗിൽ ഹസ്ബൻഡിന്റെയോ അമ്മയുടെയോ ആരാണ് വന്ന് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാഗ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കാൻ പറയുക. ഒരു 2 ഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ വേഗം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് ഇറങ്ങി ഓടാനൊക്കെ. ഈവൻ ശ്രീയാന്റെ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു കുഴപ്പമില്ലാതെ നടന്ന ആളായിരുന്നു. രാവിലെ ഒരു 12 മണിയായപ്പോൾ പെയിൻ തുടങ്ങി, 5 മണിയായപ്പോൾ കൂടി, 10 പ്രസവിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചോണ്ട് ഈ ബാഗിനെ എടുത്ത് അങ്ങോട്ട് വെച്ച് ഒറ്റ പോക്ക് പോയി. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്ത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന, എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ അഡീഷണലി വെക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യാം, അയ്യോ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കിത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു
നല്ലൊരു ബേബി ഗേൾ ഓർ ബോയ് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വരും ദിവസങ്ങളിൽ വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കൂടുതൽ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. നിങ്ങളിപ്പോൾ റെഫർ ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എടുത്തു വെച്ചൊരു സംഭവമാണ്. ഓൾ പ്രഗ്നൻസീസ് ആർ ഡിഫറെന്റ്, അതുപോലെ ഓൾ നീഡഡ്സ് ആർ ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെ ആൾക്കാർക്ക് ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും. ചിലർക്ക് ഒരുപാട് ഐറ്റംസ് വേണ്ടതായിട്ട് തോന്നും, ചിലർക്ക് മിനിമൽ ഐറ്റംസിൽ മതി ഒതുങ്ങുന്നവരായിരിക്കും. അത് ഓരോരുത്തരുടെ ഡിപ്പെൻസിനനുസരിക്കും, ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിരിക്കും. എനിക്ക് നീഡഡ് ആയിട്ട് തോന്നിയതൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാം. അപ്പം എൻ്റെ ബാഗ് ഹോസ്പിറ്റൽ ബാഗ് ഓൾറെഡി പാക്ഡ് ആയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ പറയാം. മേക്കപ്പ് സെറ്റിന് കൂടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ബ്രഷ് കാര്യങ്ങള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാൻ മറക്കരുത്. അത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഫേസ് വാഷ് ഐറ്റംസ് ഒക്കെ വെക്കണം. അതൊക്കെ എനിക്ക് സാറ്റർഡേ ടൈം പ്രഗ്നൻസി എനിക്ക് സി പറഞ്ഞത് കൊണ്ട് ഞാൻ ഫ്രൈഡേ വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഈവനിങ്. ബാക്കി കാര്യങ്ങൾ നേരത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങി വെക്കണം. അയ്യോ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഇതിൽ വെക്കുക, എനിക്ക് ആ സമയത്ത് ഓടാൻ വയ്യാന്നുള്ളവരാണെങ്കിൽ ഒരു സെറ്റ് ബ്രഷും പേസ്റ്റും ഫേസ് വാഷും സോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാന്നവർക്ക് സോപ്പോ ബോഡി വാഷോ എന്താണ് വെക്കുന്നവർക്ക് വെക്കാം. ആൻഡ് മോയ്സ്ചറൈസർ മെയിൻ ആയിട്ട് വെച്ചോളൂ. അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ വിട്ടു പോയതാണ്. അത് നിങ്ങൾ വെക്കാവുന്നതാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവുമായിരിക്കും, എന്നാലും വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.